രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മണിപ്പൂരിൽ ജനങ്ങൾ തമ്മിൽ തല്ലുകയാണ് ഇപ്പോൾ. അതായത് മുഖ്യമന്ത്രി രാജിവെച്ചതിന് പിന്നാലെ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെ ശക്തമായി എതിർത്തുകൊണ്ട് മെയ്തേയികളും അതിനെ പിന്തുണച്ചുകൊണ്ട് ബാക്കിയുള്ള വിഭാഗങ്ങളും രംഗത്ത് വന്നതോടുകൂടി മണിപ്പൂരിൽ നേർപകുതിയായി ജനങ്ങളുടെ അഭിപ്രായം മാറുകയാണ്. എന്നാൽ കുകികൾക്ക് പ്രതീക്ഷയുടെ കിരണമാണ് രാഷ്ട്രപതി ഭരണത്തിലൂടെ ലഭിക്കുകയെന്ന് ഗോത്രവർഗ വിഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനേക്കാൾ രാഷ്ട്രപതി ഭരണത്തിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് തദ്ദേശീയ ഗോത്രവർഗ ലീഡേഴ്സ് ഫോറം പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ പിൻഗാമിയെ കണ്ടെത്താൻ BJPക്ക് ഇതുവരെ സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ പരാജയമാണ്. മെയ്തേയികളിൽ നിന്ന് ഇനിയൊരു മുഖ്യമന്ത്രിയെ കൂകികൾക്ക് വിശ്വാസമില്ല. 2023 മെയ് 3 തുടങ്ങിയ വംശീയ കലാപം കൈകാര്യം ചെയ്യുന്നതിൽ പക്ഷപാത നിലപാടാണ് ബീരേന്ദർ സിംഗ് സ്വീകരിച്ചത്. അതാണിപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞതും. രാഷ്ട്രപതി ഭരണം വന്നാൽ കലാപം വീണ്ടും ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നും ചിലർ പറയുന്നു. അതേസമയം തങ്ങളുടെ പ്രതിനിധിയെ അടുത്ത മുഖ്യമന്ത്രിയാക്കണമെന്നാണ് മെയ്തേയികളുടെ വാദം തന്നെ. അതിനുള്ള നടപടികളാണ് വേണ്ടതെന്നും MLA-മാർ ഉടൻ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണമെന്ന് മെയ്തേയികളുടെ നേതാവ് സോമരേന്ദ്ര തൊക്ചോം ആവശ്യപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രപതി ഭരണം വന്ന സ്ഥിതിക്ക് ഇനി മറ്റൊരാവശ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്നുള്ളതും മറ്റൊരു കാര്യം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ MLA-മാർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കേന്ദ്രത്തിന്റെ സഹായം തേടണമെന്നാണ് മെയ്തേയികൾ പറയുന്നത്. അധികാരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിലവിൽ രാഷ്ട്രപതി ഭരണത്തിലാണ് മണിപ്പൂർ എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മണിപ്പൂരിന്റെ അഖണ്ഡത കണക്കിലെടുത്തുകൊണ്ടാണ് ബീരേന്ദർ സിംഗ് രാജിവെച്ചതെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷ ശാരദാ ദേവി പറയുന്നത്. അപ്പോൾ തന്നെ ബീരേന്ദർ സിംഗിനെ BJPക്ക് തന്നെ വേണ്ട എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത്. മണിപ്പൂരിൽ എന്താണ് വേണ്ടതെന്ന് 20 മാസമായി കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴിതാ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് ചുരുക്കം. 300 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും 60,000 ആളുകൾ കുടിയിറക്കപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത്. കലാപകലുഷിതമായ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് BJPയുടെ മുഖ്യമന്ത്രി രാജിവെച്ചത് എന്നത് അവരുടെ പരാജയമാണ് ബോധ്യപ്പെടുത്തുന്നത്. ബീരേന്ദർ സിംഗിന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇതുവരെ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. മണിപ്പൂരിന്റെ ചുമതലയുള്ള BJP നേതാവ് സംബിത് പത്രയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശാരദാദേവിയും ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ട് സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചതിന് ശേഷമാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താതെ രക്ഷയില്ല എന്നുള്ളത് വ്യക്തമായതും അതിന്റെ വിജ്ഞാപനം ഇറക്കിയതും. 6 മാസത്തിലൊരിക്കൽ സഭാ സമ്മേളനം ചേരണമെന്ന ഭരണഘടനാ ബാധ്യത പോലും നിറവേറ്റാനാകില്ലെന്നൊരു ഘട്ടത്തിലാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 12-നാണ് ഒടുവിൽ നിയമസഭ സമ്മേളിച്ചത്. ചുരുക്കി പറഞ്ഞാൽ BJP സർക്കാരിന്റെ പരാജയം കൊണ്ട് മാത്രമാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ആ പരാജയം ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നൊരു ഭയത്തിലാണ് ഇപ്പോൾ BJP എത്തിച്ചേർന്നിരിക്കുന്നത്.